ഹലോ എവരിബഡി, നിങ്ങൾക്കറിയാം ഞാനൊരു സോൾജറാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴുമല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഡിഷാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്ക് പോകാം. 2 ചിക്കൻ ബ്രസ്റ്റ്, ഒരു ഗ്രീനും ഒരു റെഡ് പെപ്പറും. ഇത് ബസുമതി റൈസാണ്, കുറച്ച് മതി കേട്ടോ. ഇതിനൊരു സ്പൂൺ എടുക്കുക. പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച രീതിയിലാണ് ഞാൻ കഴുകുന്നത്. വെള്ളം ഒഴിക്കുക, ഇങ്ങനെ കലക്കിയാൽ മതി. എന്നിട്ട് ചോറുണ്ടാക്കണം. കുറച്ച് സോൾട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ചോറ് റെഡിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് ഈ ചിക്കൻ അങ്ങ് മുറിക്കും. ഓക്കെ, സ്മോൾ പീസസ്. കുറേ ആൾക്കാർ പറയും ചിക്കൻ കഴുകത്തില്ല. ഞാൻ കഴുകാറില്ല, അരിയെ കഴുകാറുള്ളൂ, ചിക്കൻ കഴുകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്താണ് സീസണിങ് ഇടുന്നത്. ഞാൻ എന്തോ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഉപ്പിടണം, സീസണിങ് ആണ് നമ്മളിടുന്നത്. ഇത് കോൺചോൺ ആണോ ബ്രോ, എന്തൊക്കെയോ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ മേടിക്കുന്നു, ഇടുന്നു, പരീക്ഷിക്കുന്നു. എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു. പിന്നെ ബ്ലാക്ക് പെപ്പർ, യെസ്, അതിടുന്നു. ഇത് ഗാർലിക് പൗഡറും പിന്നെ ഒനിയൻ പൗഡറും ഇടണം. ഇത് ഓർഗാനിക് സ്മോക്ഡ് പപ്രിക്ക, അതാണിത്. ഇതും കൂടി ഇട്ടാൽ അത്രയേ ഉള്ളൂ നമ്മുടെ സീസണിങ്. വെർജിൻ ഒലിവ് ഓയിൽ ഇച്ചിരി മതി, ഒരുപാട് വേണ്ട. ഇതിൻ്റെ മറ്റേ ഈ ടി വിയിലൊക്കെ കാണത്തില്ലേ, ടീസ്പൂണ് ടേബിൾ സ്പൂൺ എന്നൊക്കെ, എനിക്കതൊന്നും അറിയത്തില്ല. നമ്മളൊരു ഊഹത്തിനാണ് എല്ലാം ചെയ്യുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒന്ന് നോക്കണം, ഇത്രയും മതിയോ എന്ന്. ഇത് പോരെ, ഇതുണ്ടോ കളർ ആവശ്യത്തിന് വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സീസണിങ് ഇടും. കൈ കഴുകണമല്ലോ ഇനി. കാര്യം എന്തോന്ന് നമുക്ക് നോക്കാം. കുറച്ചുകൂടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കുക്ക് ചെയ്യാൻ പഠിക്കണം, കുറച്ചെങ്കിലും. പ്രൊഫഷണൽ ആവണം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെങ്കിൽ എല്ലാ മേഖലയിലും കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പാടല്ല, സമ്മതിക്കത്തില്ല. നമ്മളുടെ ചോറ് റെഡി ആയിരിക്കണം. ചിക്കൻ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇച്ചിരി, ഒരുപാട് വേണ്ട, ഇച്ചിരി ആയിരിക്കുമല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ അകത്തു നല്ല ഇങ്ങനെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് കുറച്ചുകൂടെ വെള്ളം കാണും. ഇപ്പം കണ്ടോ, ഞാൻ പറഞ്ഞില്ല ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. കണ്ടോ ഇത് വെന്തില്ല, കുറച്ചുകൂടെ വേണം. കണ്ടോ, ഇത്രേ ഉള്ളൂ. കോമൺ സെൻസ് ബ്രോ, കോമൺ സെൻസ്. ചിക്കൻ വെന്തോന്നറിയാൻ മുറിച്ച് നോക്കുക, ടേസ്റ്റ് ഉണ്ടോയെന്നറിയാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഉള്ളൂ കുക്കിംഗ്, ഈസി. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിടേണ്ടത്. ഇങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് 2 ഇള കൊടുക്കുക, ഇടുക. ഓക്കെ, എന്നിട്ട് ഇളക്കുക. ഇനിയാണ് നമ്മുടെ കളി. ഓക്കെ, ഇതിപ്പം സാധനം റെഡി ആയിട്ടുണ്ട്, പക്ഷേ ഇനിയാണ് നമ്മളുടെ കളി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങൾ നോക്കണം. ഇതാണ് ലൈറ്റ് മയോണൈസ് എന്ന് പറയുന്ന മയോണൈസ് ഉണ്ട്. ഇത് എടുക്കുക, കുറച്ചിടുക, 1.5 സ്പൂണോ അങ്ങനെയുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതാണ് സ്രിറാച്ച. ഇത് ഇച്ചിരി സ്പൈസി ആവാൻ വേണ്ടിയാണ്. ഇത് ഒരു സംഭവമാണ്, ഇതിനെ ഇവിടുന്ന് മേടിച്ചത്. ഇതെന്തോ ജാപ്പനീസ് ബാർബിക്യൂ സോസ്, പൈനാപ്പിളിൻ്റെ എഡിഷൻ. ഇത് കുറച്ചിട്ടാൽ ഒരുപാട് വേണ്ട. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഞാൻ ഹണി ഇടും, കുറച്ച്. അപ്പോൾ നിങ്ങൾ പറയും ഹണി ഇട്ട് കഴിഞ്ഞാൽ മധുരം വരത്തില്ല എന്ന്. ഇല്ല, വരത്തില്ല, കുറച്ചിട്ടാൽ മതി. ഇത് എന്തിനിടുന്നത് വെച്ചാൽ ഒരു ഫ്ലേവർ കിട്ടും, ഒരു പ്രത്യേകതരം ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഒരുപാട് മധുരം ഉണ്ടെന്നൊന്നും വിചാരിക്കും, മധുരം ഒന്നും കാണത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ലൈം ജ്യൂസാണ്, കുറച്ച് ലൈം ജ്യൂസ്, നാരങ്ങയുടെ നീര്. പക്ഷേ ഇത്രയും മനോഹരമാക്കുന്നത് ഈ അവസാനത്തെ ഈ കുറച്ച് സാധനങ്ങളാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇങ്ങനെ ആയിരിക്കണം. ഇനി നമ്മളിത് കുറച്ചൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല മണം. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിരിക്കുകയാണ്. നമ്മളിത് പ്ലേറ്റിലോട്ട് ഇടുന്നു.
ഗൈസ് നമ്മൾ ഫുഡ് റെഡി ആക്കിയാണ്. ഇത് മുട്ടയാണ് മണ്ടക്കിരിക്കുന്നത്, അറിയാമല്ലോ, നോർമൽ. പിന്നെ മിൽക്ക്. ടേസ്റ്റ് ടെസ്റ്റ് നടത്തി ടേസ്റ്റ് ടെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇത് അടിപൊളി സാധനമാണ് ഗൈസ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് പേരിട്ടിട്ടില്ല, ഞാൻ ഇപ്പോൾ പേരിടാം. ഇത് ചിക്കൻ ഓർ റൈസ് മത്തായി സോൾജർ എഡിഷൻ, അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പം ഞാൻ ഇത് കഴിക്കട്ടെ, നിങ്ങൾ എൻജോയ്.